തിരുവനന്തപുരത്തേക്കാണ് ഇനി. തിരുവനന്തപുരം പാലോട് നവവധുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മകൾ ഭർതൃഗൃഹത്തിൽ വലിയ പീഡനം നേരിട്ടുവെന്നും മകളുടെ മരണം കൊലപാതകമാണെന്നും പിതാവ് ശശിധരൻ 24-നോട് പറഞ്ഞു. അതിനിടെ പെൺകുട്ടിയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ദുജയെ ഭർത്താവ് അഭിജിത്ത് ഉപദ്രവിച്ചിരുന്നുവെന്നും ഇയാളെ പേടിച്ച 2 തവണ മകൾ വീട്ടിൽ വന്നിരുന്നുവെന്നും പിതാവ് ശശിധരൻ കാണി. അവൾ പേടിച്ച് 2-3 ദിവസം വീട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ വന്നിരുന്നു. അപ്പം അവളെ ദേഹത്തൊക്കെ മുറിവും പാടുമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോളെ കൊന്നളഞ്ഞവൻ ഗാർഹിക പീഡനം അവൻ കൊണ്ടുപോയതിന് ശേഷം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ജാതി വിവേചനം നേരിട്ടു എന്ന ഗുരുതര ആരോപണവും കുടുംബം ഉന്നയിക്കുന്നു. നമ്മൾ ആദിവാസി കാണിക്കാ സമുദായത്തിൽപ്പെട്ടവരാണ്. അവരെ വീട്ടിലോട്ട് നമ്മൾ താഴ്ന്ന ജാതിക്കാരെന്നും പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ യവനും അവൻ്റെ അമ്മയും കൂടെ വിളിച്ചു പറഞ്ഞ് ആദിവാസിയിലുള്ള ഒരുത്തന്മാരും നല്ല ഭാഷയിലാണ് പറഞ്ഞത്. ഒരുത്തന്മാരും എൻ്റെ വീട്ടിൻ്റെ കാമ്പൗണ്ടിൽ കയറിപ്പോകില്ലെന്ന് പറഞ്ഞു. അതേസമയം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ ഇന്ദുജിയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കണ്ടെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബത്തിന്റെ ആരോപണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.